ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കാണ് കർമ്മ. ഞാൻ പലപ്പോഴും കമൻറ്റിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ജീവിതത്തിൽ കർമ്മ എന്നൊന്നില്ലേ, അത് ഒരിക്കലും തിരിച്ചു വരില്ലേ, എപ്പോഴും എല്ലായ്പ്പോഴും തെറ്റുകൾ ചെയ്യുന്നവർ മാത്രം നന്നായിട്ട് ജീവിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിലേക്ക് കർമ്മ തിരിച്ചു വരുന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, ചില സമയത്ത് നമ്മുടെ ലൈഫിലെ പല സിറ്റുവേഷൻസ് നമുക്ക് വളരെ അൺഫെയർ ആയിട്ട് തോന്നും. നമ്മൾ അർഹിക്കാതെ പലതുമായിരിക്കും നമ്മൾ അനുഭവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ പോവാറുണ്ട്. യൂണിവേഴ്സ് എപ്പോഴെങ്കിലും, ദൈവം എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരുമോ എന്നൊക്കെ ഓർത്തിട്ട് അല്ലേ. സ്പിരിച്വൽ ടീച്ചിങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ആക്ഷൻസിനും ഒരു എനർജി ഉണ്ട്. ആ എനർജി ഈവൻച്വലി അവരിലേക്ക് തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഒരു കാർമിക് എനർജി നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയിലേക്ക് തിരിച്ചെത്തുന്ന കാർമിക് എനർജി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു മൊമെൻറ്റിൽ അത് നടക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് അല്ലെങ്കിൽ റിയലൈസേഷൻസ് ആയിരിക്കും ആ ഒരു വ്യക്തിയിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതൊരു ടൈംലെസ് ആൻഡ് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്, ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഇത് റെസണേറ്റ് ആക്കാൻ പോകുന്നത്. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസണേറ്റ് ആവണം എന്നില്ല. നിങ്ങളുമായിട്ട്, നിങ്ങളുടെ സിറ്റുവേഷൻസുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, ബാക്കിയുള്ളതെല്ലാം വിട്ടുകളയുക. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻസിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിൽ ആലോചിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവുക. അതിനുശേഷം മാത്രം നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചുറ്റുമുള്ള എനർജി എന്താണെന്ന് നിങ്ങളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഒരിക്കലും ഒരു നെഗറ്റീവ് ചിന്തയോടുകൂടി നിങ്ങൾ ഇരിക്കരുത്. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് ബാലൻസ് വരുന്നു എന്ന് ചിന്തിച്ച് മാത്രം ഇരിക്കുക. എൻ്റെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കർമ്മ എങ്ങനെയാണ് റിട്ടേൺ ആവുന്നത് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ അൺലോക്ക് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആ ഒരു വ്യക്തിയിലേക്ക് എന്ത് കർമ്മമാണ് ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണിത്. ഇതിൽ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്ന കർമ്മ എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ ഇൻ ദിസ് റീഡിംഗ്. എന്ത് കർമ്മമാണ് കറൻ്റ്ലി ആ ഒരു പേഴ്സണിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്? എന്ത് കർമ്മമാണ് ആ ഒരു പേഴ്സണിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന കർമ്മ എന്താണ്? കാർഡ് നമ്പർ 1. ഈ ഒരു സമയത്ത് ആ ഒരു കർമ്മ അവരുടെ ലൈഫിലേക്ക് ചെല്ലാനുള്ള കാരണം എന്താണ്? അവർ എന്ത് കാര്യം ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ആ ഒരു കർമ്മ അവരുടെ ലൈഫിലേക്ക് എത്തുന്നത്? എന്ത് കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കർമ്മ അവരുടെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്? കാർഡ് നമ്പർ 2. അവരുടെ ലൈഫിൽ ഈ കർമ്മ എങ്ങനെയാണ് എഫക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവരുടെ ലൈഫിൽ ഈ ഒരു കർമ്മ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. അവരുടെ ലൈഫിൽ ഇപ്പോൾ കർമ്മ എങ്ങനെയാണ് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്? കാർഡ് നമ്പർ 3. എന്ത് ഇമോഷനാണ് അല്ലെങ്കിൽ എന്ത് റിയലൈസേഷനാണ് ഈ കർമ്മ എക്സ്പീരിയൻസ് കൊണ്ട് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതെന്ന് നോക്കാം. എന്ത് റിയലൈസേഷനാണ് അല്ലെങ്കിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത്, എന്ത് ഇമോഷനാണ് അവർക്ക് ഉണ്ടാകുന്നത് ഈ ഒരു കർമ്മ റിട്ടേണിങ് കാരണം? ഓക്കെ, അവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളിലൊക്കെ ഈ ഒരു കർമ്മ ഇപ്പോഴെങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് നോക്കാം. അവരുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ബന്ധങ്ങളിൽ എങ്ങനെയാണ് ഈ കർമ്മ തിരിച്ചടിക്കുന്നത് അല്ലെങ്കിൽ അത് പ്രതിഫലിക്കുന്നത്? ഓക്കെ, ആൻഡ് ഈ കർമ്മയിലൂടെ യൂണിവേഴ്സ് അവരെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നോക്കാം. ഈ കർമ്മയിലൂടെ യൂണിവേഴ്സ് അവരെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ കർമ്മയിലൂടെ പ്രപഞ്ചം അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവരുടെ ഒരു കാർമിക് സൈക്കിൾ, ഈ ഒരു കാർമിക് സൈക്കിൾ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റം എന്താണ്? ഈ കാർമിക് സൈക്കിൾ അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യം എന്താണെന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. എന്ത് കർമ്മമാണ് അവർക്ക് റിട്ടേൺ ആയി ചെന്നുകൊണ്ടിരിക്കുന്നത്?
ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈം ഇപ്പോഴെന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ, അവരുടെ ലൈഫിൽ ഇതെങ്ങനെയാണ് ഷോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഏത് ഇമോഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ ആണ് അവർക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്നത്? ഓക്കെ, അവരുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കർമ്മ എങ്ങനെ അവരെ എഫക്റ്റ് ചെയ്യുന്നു? ഓ മൈ ഗോഡ്. യൂണിവേഴ്സ് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠം എന്താണ്? പ്രപഞ്ചം അവർക്ക് കൊടുക്കുന്ന പാഠം. സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു റീഡിങ് കാണുമ്പോൾ ഇതൊരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച് കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കാം ഏതെങ്കിലും രീതിയിൽ. ഓക്കെ, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് പർട്ടിക്കുലർലി ലവ് റിലേഷൻഷിപ്പ് എന്നല്ല. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന 6 ഓഫ് സോർഡ്സ് ആണ്. സോ ആ ഒരു വ്യക്തി വേദനകൾ നിങ്ങൾക്ക് ബാക്കിയാക്കി അല്ലെങ്കിൽ ആ ഒരു വേദനകളുമായി കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. ആ വേദനകൾ തന്ന് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മൂവ് ഓൺ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. മൂവ് ഓൺ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മെൻ്റലി മൂവ് ഓൺ ചെയ്തൊന്നല്ല, അകന്നു പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് കുറച്ച് കർമ്മ ബാലൻസുകളുണ്ട്. അവരുടെ കർമ്മ ബാലൻസുകൾ ഈ വേദനിപ്പിച്ച കാര്യം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. അവരുടെ കർമ്മ അവരെ അനുഭവിച്ചേ തീരൂ. അതായത് അവർ വേദനിപ്പിച്ചതുപോലെ തന്നെ അവരും വേദനിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ബോട്ടം ഓഫ് ദി ഡെക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു പാസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതായത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും സോൾവ് ചെയ്ത് പരിഹരിച്ചല്ലേ ഒരു വ്യക്തി പോയിരിക്കുന്നത്. അത് അവിടെ ലീവ് ചെയ്തിട്ടാണ് കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കേണ്ട ഒരു സമയമാണ്. അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള പാഠങ്ങൾ ഇപ്പോൾ വളരെയധികം ഭീകരമായിരിക്കും. പാസ്റ്റ് ആക്ഷൻസ് തന്നെയാണ് അവർക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ആൻഡ് എന്ത് കർമ്മമാണ് അവരിലേക്ക് റിട്ടേൺ ആകുന്നത്? ഈ ഒരു വ്യക്തി ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹാപ്പി ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ അതിൽ അവർക്കൊരു പ്രശ്നം നേരിടുന്നുണ്ടായിരിക്കും. അവർക്ക് വളരെയധികം സെൽഫ് വർത്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് അവർക്ക് അവരെക്കുറിച്ച് ഭയങ്കര വിലയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഇടപഴകുന്ന സമയത്തും അവരങ്ങനെ തന്നെയാണ് അവരെ കണ്ടിട്ടുള്ളത്. അതിലൊക്കെ അവർക്കിപ്പോൾ ഒരു ഇടിവ് സംഭവിക്കുന്നുണ്ട്. അവരെങ്ങനെയാണോ അവരെ വാല്യുബിൾ ആയിട്ട് കണ്ടിട്ടുള്ളത്, അവരുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങൾ എങ്ങനെയായിരുന്നു, അതിലൊക്കെ അവർക്കിപ്പോൾ ഒരു ഭീഷണി നേരിടുന്നുണ്ട്. കർമ്മ അവരെ അനുഭവിക്കുന്നത് ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ഒട്ടും സ്വാതന്ത്ര്യം തന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി എടുക്കാൻ നിങ്ങളെ വിട്ടിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കും. നിങ്ങൾ സ്വയം സമ്പാദിക്കാൻ നിങ്ങളെ സമ്മതിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ അതേ അവസ്ഥയിൽ അവരും നിൽക്കുകയാണെന്ന് വേണം കരുതാൻ. ഓക്കെ, ആൻഡ് ഈ ഒരു എനർജിയിൽ അവർ ഒറ്റയ്ക്ക് നിന്നേ പറ്റൂ. ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ സപ്പോർട്ടിനുണ്ടായിരുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു എനർജി ഇവരെ റിട്ടേൺ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഓഫ് സോർഡ്സ്, അതായത് അവർ വളരെ സെൽഫിഷായിട്ട് നിങ്ങളോട് ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തു വില കൊടുത്തും അവരുടെ ഭാഗം മാത്രം ജയിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തു പറഞ്ഞും അവരുടെ കാര്യം നേടുക, എത്ര മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കുക, നിങ്ങൾക്ക് എത്രത്തോളം വേദന ഉണ്ടായാലും അതൊന്നും അവർ കാര്യമാക്കാറില്ല. അവരുടെ ഭാഗം മാത്രം നോക്കി അവരുടെ മാത്രം കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു വ്യക്തിയാണ്. സോ ആ ഒരു ഏരിയ ഇപ്പോൾ അവർക്ക് റിട്ടേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുള്ള സ്ഥലത്ത് ഈഗോ മൂലമുണ്ടായ പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, തെറ്റിദ്ധാരണകളുണ്ട്, എല്ലാം ഉണ്ട്. സോ എന്താണോ നിങ്ങൾക്ക് സമ്മാനിച്ചത് അത് തന്നെ അവരിപ്പോൾ റിട്ടേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ ഈ പർട്ടിക്കുലർ ടൈമിൽ നിങ്ങളോട് എന്തൊക്കെ ചെയ്ത കാര്യങ്ങളാണോ അതെല്ലാം തന്നെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു വലിയ ആർഗ്യുമെൻ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും, വലിയൊരു വാഗ്വാദങ്ങൾ, അതിൽ ഒരാൾക്ക് മറ്റേയാളെ നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ആണുള്ളത്. നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നോ അവരിടപെട്ടിരുന്നത്, നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നോ സെൽഫിഷ് ആയിക്കൊണ്ടിരുന്നത്, അതേ രീതിയിലുള്ള എനർജി അവർക്കും ഇപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അവരെന്താണ് ചെയ്തതെന്നുള്ള കാര്യം റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ് ഈ കർമ്മ അവരുടെ ലൈഫിൽ ഷോ അപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയപ്പോൾ, അതായത് അവർക്ക് ലൈഫിൽ വലിയൊരു പോസ് വരാൻ പോവാണ്. അതായത് അവർ ഭയങ്കര ആക്റ്റീവായിട്ടിരുന്ന ഒരാൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു ഗ്യാപ്പ് വരാൻ പോവാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നാത്ത ഒരു നം സ്റ്റേജ്, പ്രത്യേകിച്ചൊരു കാര്യത്തിലേക്ക് എഫോർട്ട് എടുക്കാനോ, ഒരു ജോലിയാണെങ്കിൽ പോലും ഒക്കെ ഒരു ലീവ് എടുക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ തോന്നാത്തൊരവസ്ഥയായിരിക്കും. ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരവസ്ഥയായിരിക്കും. പുറമേ വളരെ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി നടന്ന ആൾക്കാരാണെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കാനുള്ള എനർജി ആയിരിക്കും ഇപ്പോൾ അവർക്കുള്ളത്. അതായത് അവരുടെ ലൈഫിൽ മൊത്തത്തിലൊരു സ്റ്റക്ക് ആകുന്ന ഒരു പോസ് എടുക്കുന്ന ഒരവസ്ഥ അവർക്ക് വരാൻ പോവാണ്.
അവരിപ്പോൾ ആ ഒരു അവസ്ഥയിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് അവർക്കിപ്പോൾ ഒരു ഡിസ്ട്രാക്ഷനും താല്പര്യമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ആയിട്ടായിരിക്കും തോന്നുന്നത്. ഓക്കെ, ആൻഡ് എന്ത് ഇമോഷൻസ് അല്ലെങ്കിൽ റിയലൈസേഷൻ ആണ് ഈ ഒരു കർമ്മ കൊണ്ട് അവർക്ക് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചപ്പോൾ കിട്ടിയത് ഒരു സ്ട്രോങ് കാർഡാണ് 2 ഓഫ് കപ്സ് ആണ്. അതായത് അവർ യഥാർത്ഥ സ്നേഹത്തിൻ്റെ മൂല്യം എന്താണ് എന്നിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവർ എന്ത് മണ്ടത്തരമാണ് കാണിച്ചതെന്നുള്ള കാര്യം ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ ഒരു കാർഡ് വളരെ സ്ട്രോങ് കാർഡാണ്. അവരുടെ ലൈഫിൽ അവരെടുത്ത ആ ഒരു തീരുമാനം വളരെ ഒരു മണ്ടത്തരമായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഇമോഷനിലെല്ലാം ഇപ്പോൾ നിങ്ങളാണ്. അവരുടെ ഇമോഷൻസിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു പാർട്ട്ണർ ആയിരുന്നിരിക്കാം, നല്ലൊരു ലവർ ആയിരുന്നിരിക്കാം, ഓക്കെ, നല്ലൊരു ടീച്ചർ ആയിരുന്നിരിക്കാം, നല്ലൊരു മെൻറ്റർ ആയിരുന്നിരിക്കാം. ഇപ്പോൾ അവർ നിങ്ങൾ പറഞ്ഞത് എന്താണെന്നും നിങ്ങളുടെ അടുത്ത് എങ്ങനെയായിരുന്നു വേണ്ടതെന്നും നിങ്ങൾക്ക് അവരോടുണ്ടായിരുന്ന യഥാർത്ഥ സ്നേഹം എന്തായിരുന്നെന്നും തിരിച്ചറിയുന്നുണ്ട്. സോ ഇത് വളരെയധികം ഒരു സ്ട്രോങ് കാർഡാണ് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ. ഓക്കെ, ഇപ്പോഴത്തെ അവരുടെ കറണ്ട് റിലേഷൻ അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനെയൊക്കെ എങ്ങനെയാണ് ഈ കർമ്മ എഫക്റ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ അവർക്ക് ഒട്ടും ഹാപ്പി ആവാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് ആ ഫാമിലി ഹാപ്പിനെസ് ഒക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാമിലി ടുഗദർനെസ് അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അത് വളരെയധികം അവർക്ക് ഇമോഷണലി അവരെ ബാധിക്കുന്നുണ്ട്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ, അവരുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പൊക്കെ വെറുതെ ആയിരുന്നു, എൻ്റെ ഫാമിലി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അവർ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയെ വാല്യൂ ചെയ്യുക, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതിന് വേണ്ടിയിട്ടൊക്കെ അവരിപ്പോൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ജെന്യുവൻ ആയിട്ടുള്ള ഹാപ്പിനെസ് ഇതൊന്നും അല്ലായിരുന്നു, പഴയതായിരുന്നു എന്നുള്ള കാര്യം അവരിപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ്. ആൻഡ് യൂണിവേഴ്സ് എന്ത് പാഠമാണ് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. സോ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കും. നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു വ്യക്തി ഇപ്പോൾ നേരിടുന്നുണ്ടായിരിക്കും. റിലേഷൻഷിപ്പുകളിലുള്ള ദാരിദ്ര്യം, അതായത് റിലേഷൻഷിപ്പുകൾ അവർ വേണ്ട രീതിയിലുള്ള ഇമോഷൻ ഒന്നും ലഭിക്കാത്ത ഒരു റിലേഷനിലേക്ക് അവർ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ, അതായത് ഇമോഷണലി ഭയങ്കര നഷ്ടമായിരിക്കും, നഷ്ടബോധമുള്ള ഒരു സമയമായിരിക്കും. എനർജിയൊക്കെ ഭയങ്കര കുറവുള്ളൊരു സമയമായിരിക്കും. ഒറ്റപ്പെടലായിരിക്കും. അസുഖബാധിതരാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടെൻഷൻസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. സോ ഇതൊരു കാർമിക് സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഇത് തിരിച്ചറിയണം എന്ന് തീർച്ചയായിട്ടും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എത്രത്തോളം കമ്പാഷൻ അതുപോലെ സപ്പോർട്ടൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഇദ്ദേഹം മനസ്സിലാക്കണം. ഒറ്റപ്പെടുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു വ്യക്തി ഇത് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ മാത്രമായിരിക്കും മറ്റുള്ളവർ അവരുടെ ലൈഫിൽ കൊടുത്ത എഫേർട്ട് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത് അവർ തീർച്ചയായിട്ടും വിളിച്ചു വരുത്തിയ ഒരു എനർജിയാണെന്ന് വേണം പറയാൻ. ആൻഡ് ഇപ്പോൾ ഈ ഒരു കാർമിക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലൈഫിലൊരു വലിയ മാറ്റമായിരിക്കും സംഭവിക്കാൻ പോകുക. അവരുടെ നേരത്തെ ഉള്ള എനർജി ആയിരിക്കത്തില്ല, അതിലൊരു മാറ്റം ഉണ്ടാവും. അവരൊരു ഹീലിങ്ങിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കും. അതായത് അവരുടെ നിലവിലുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് അവർക്ക് റിയലൈസേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഹീലിംഗ് ടൈം ആയിരിക്കും. ഓക്കെ, മാനസികമായിട്ടൊന്ന് ബാലൻസ്ഡ് ആവാനായിട്ട്, കുറച്ചുകൂടി അവർ സ്പിരിച്വലി അവേക്കൻഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് അവർ കുറച്ചുകൂടി ദൈവത്തിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ ഇനി മനുഷ്യരെ ആശ്രയിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ അവർക്ക് ലൈഫിൽ വന്നേക്കാം. അവർ ഒരുപാട് സമാധാനം ആഗ്രഹിക്കുന്ന, പരസ്പരം ആളുകളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന, അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വലിയൊരു മാറ്റം അവർ വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു സമയമായിരിക്കും. ഓക്കെ, അവർക്ക് എപ്പോഴും ഇനി ഒരു വഴക്ക് എന്നുള്ളതിനേക്കാളും അവർക്ക് നേരത്തെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് വഴക്കുണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ ഇനി അതൊരു കോൺഫ്ലിക്റ്റിലേക്കൊന്നും പോകണ്ട, സമാധാനം, ഹാർമണി, ആ ഒരു ഇതായിരിക്കും അവർക്ക് എപ്പോഴും മനസ്സിലുണ്ടാവുക. ഓക്കെ, സോ കർമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പണിഷ്മെൻറ്റ് അല്ല, അതൊരു പണിഷ്മെൻറ്റിനേക്കാളും കോൺസിക്വൻസ് ആണ്. നമ്മൾ ചെയ്തതിൻ്റെ ബാക്കിയാണ് കർമ്മ എന്ന് പറയുന്നത്. പലപ്പോഴും യൂണിവേഴ്സ് ഒരാളുടെ ഗ്രോത്തിലേക്കാണ് കർമ്മ കൊടുക്കുക. കർമ്മ അനുഭവിച്ച് കഴിഞ്ഞ് ആ ഒരു സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സോ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.